പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം ദൈവത്തോട് നമ്മൾ വിട്ടകലാതെ കൂടെ എപ്പോഴും നിൽക്കുക എന്നത് തന്നെയാണ്. ദ എഫിക്കസി ഓഫ് കവനന്റ് പ്രെയർ. ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ഫലവും ആശ്രയിച്ചിരിക്കുന്നത് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയെ എപ്പോഴും അത് ദൈവത്തോട് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തും. പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങണത് തന്നെ, നമ്മുടെ ദിവസം തുടങ്ങണത് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോട് കൂടിയാണ്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദൈവ മനസ്സാണ് ശരിക്കും അത്. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠനവിധേയമാക്കണം. സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദൈവ മനസ്സ് വെളിപ്പെടണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൂടി ചേർന്നാണ് പിന്നീട് വചന വായന വരണത്. അത് ഒരു ദിവസം അരമണിക്കൂർ നമ്മൾ ദൈവവചനം വായിക്കണം. അത് ഏതെങ്കിലും ഒരു സമയത്ത് മതി. അപ്പോഴും നമ്മൾ ദൈവത്തോട് അടുത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനം. പത്രം ഉണ്ടായിരുന്ന സമയത്ത്, ലോക്ക്ഡൗണിന് മുമ്പ് പത്രം നമ്മൾ വാങ്ങിച്ചിട്ട് അമ്മ മാതാവിനെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കൃപാസനത്തിൽ പ്രത്യക്ഷ അമ്മയെക്കുറിച്ച് അറിയാത്ത ഇടങ്ങളിൽ അത് വിതരണം ചെയ്യാം, പ്രാർത്ഥിച്ച്. ആ ഒരു ബോധത്തോട് വിതരണം ചെയ്ത എല്ലാവർക്കും നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. അതിലൂടെ ജനം വീണ്ടും അമ്മയെ അറിഞ്ഞ്, അമ്മയിലൂടെ യേശുവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സ് ലോകത്തിന് വെളിപ്പെട്ടും അതുപോലെ തന്നെ ലോകത്തിന് പ്രയോജനപ്പെട്ടും വരും. അപ്പം ദൈവമായിട്ട് മനുഷ്യർ അറിയാത്തവരറിയും, അറിഞ്ഞവർ ആഴപ്പെടും. അങ്ങനെ അപ്പോഴും ഏതെങ്കിലും സമയത്ത് നമ്മൾ ഈ വർഷം നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉപവിപ്രവർത്തനമുണ്ട്. രോഗികളെ പോയി കാണുക, അതും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയമൊക്കെ ഇത് കണ്ടെത്തി കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുക. പിന്നെ രോഗികളെ പോയി സന്ദർശിക്കണം, അല്ലേ? ആ ദൈവസ്നേഹത്തോടെ സന്ദർശിക്കണം. ആ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്ധ്യയാകുമ്പോൾ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ വീണ്ടും ദൈവതിരുസേനയെ പുനഃസമർപ്പണം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി സന്ധ്യാപ്രാർത്ഥന. അത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുകയാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഒരു മഹാത്ഭുതം പോലെ ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ഈ കാലത്ത് ഏറ്റവും വലിയ അടയാളങ്ങൾ നടന്നിട്ടുള്ളതെല്ലാം ഉടമ്പടിയിലൂടെയാണ്. പക്ഷേ ഒരു കേവലമായ ഒരു പ്രാർത്ഥനയേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തെ വളരെയേറെ പല സ്ഥലങ്ങളിലും തൊട്ട് തലോടി അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനയല്ല ഇത്. ജീവിതം തന്നെ ഇതൊരു ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടാണ്, ജീവിത രീതി. ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ടാണ്. അതിന് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കത് ലൈറ്റ് വെയിറ്റ് ആവും. ഒരു വിഷയത്തിൽ നമുക്ക് വേണ്ടത്
ചില നിസ്സാര കാര്യങ്ങൾ പോലും ചിലർക്ക് വല്ലാത്ത ഭാരമായിരിക്കും. പരിശുദ്ധാത്മാവ് കെട്ടുപോകുന്നതിൻ്റെ ഒരു സൂചനയാണത്. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, ഒരു കസേര എടുത്ത് ഇപ്പുറത്ത് ഇടുന്നതായിരിക്കും. നാളെ പിന്നെ ചേട്ടാ ആരെങ്കിലും പറയട്ടെ, അവരെ കൊണ്ട് ഇടിപ്പിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ നിസ്സാര കാര്യം പോലും നമുക്ക് പാടായിട്ട് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകട മേഖലയിലാണ്. ശ്രദ്ധിക്കണം. കാര്യം അഭിഷേകത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് ഭയങ്കരമായ പ്രയാസങ്ങളുള്ള കാര്യങ്ങൾ പോലും ലൈറ്റ് വെയ്റ്റ് ഫെദർ ടച്ച് പവർ സ്റ്റിയറിംഗ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, ഈ വലിയ 5 ടണ്ണിന് കൂടുതലുള്ള 8 ടണ്ണൊക്കെ ഉള്ള ലോറികളൊക്കെ പാലത്തിലിങ്ങനെ എൽക്കട്ടൊക്കെ വളക്കണത് പണ്ട് മെക്കാനിക് സ്റ്റിയറിങ്ങിൽ ആ ഡ്രൈവറിൻ്റെ 18 മസിലും തെളിഞ്ഞ് അവൻ വെട്ടി വിയർത്താണ് ആ ലോറി തിരിച്ചെടുക്കുന്നത്. കാര്യം മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആയതുകൊണ്ട്. ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് ആയത് കാരണം ചുമ്മാ ഒരു വിരലിലാണ് ഇവൻ ചെയ്യണത് ഈ സംഭവം. ഇതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പവർ സ്റ്റിയറിങ്ങിൽ ചെയ്യാൻ പറ്റും. അതിനാണ് അഭിഷേക വിധിപ്രകാരം എന്ന് പറയുന്നത്. അതിൻ്റെ അഭിഷേകം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇത് ലൈറ്റ് വെയ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എനിക്ക് ഒരു നേഴ്സിനറിയാം, അവർ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്, ആദ്യം കൃപാസനത്തിൽ വരുമ്പോൾ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർക്കപ്പോൾ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കുഞ്ഞുള്ളത്, ആ കുഞ്ഞിന് ഓട്ടിസവും പോലെയുള്ള ഒരു രോഗമാണ്. അതിനിടയ്ക്ക് അവളുടെ ഭർത്താവിൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. സ്വന്തം ജോലി നഷ്ടപ്പെട്ടു, ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, പെരപണി തുടങ്ങിയിട്ടില്ല, മാറി താമസിക്കേണ്ട അത്യാവശ്യമാണ്, അനിയൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഭർത്താവ് ജോലി നഷ്ടപ്പെടുത്തി നാട്ടിൽ വന്നു. പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുലുക്കമില്ല ഇവർക്ക്. അന്ന് ദമ്പതി ധ്യാനമാണ്. എന്നെ തൈക്കാട്ടുശ്ശേരി വന്ന് കണ്ട ശേഷം ഇവിടെ ആൾ വരും. അപ്പം ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇവിടെ വരും. ആരാധന നടത്തിയ ശേഷം വീണ്ടും കണ്ട് പ്രാർത്ഥിച്ച് കാര്യം പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഇവരുടെ ലൈഫ് നോക്കാനാണെങ്കിൽ ഇപ്പോഴവർക്ക് 3 കുഞ്ഞുങ്ങളും ഭർത്താവിന് ജോലിയും അവർക്ക് ഗവൺമെൻറ് ജോലിയും അവിടെ വീടും പണി തീർന്ന്. ഒരു കാര്യം, അപ്പം നമ്മൾ ഓർക്കും എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോൾ ചിലരാണെങ്കിൽ ഓർക്കും എല്ലാം തീർന്നേന്ന് വിചാരിക്കും എല്ലാം. പക്ഷെ ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് പണ്ട് എന്നോട് ഈ വിഷയം ശുശ്രൂഷയെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം അതിനുശേഷം അവർക്ക് സംഭവിച്ച വിഷയങ്ങൾ, ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മൾ എങ്ങനെ ദൈവവുമായിട്ട് ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. എന്ത് നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾക്ക് എന്ത് സംഭവിക്കാം. ഈ ഭൂമിയിൽ ഇപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ തന്നെ നീട്ടുമ്പോൾ എന്തുമാത്രം മനുഷ്യരാണ് ജോലിയില്ലാതെ വീടുകളിലിരിക്കുന്നത്. ജോലിയില്ലാതെ വീടുകളിലിരുന്ന് തനിയെ ഇരുന്ന് മൊബൈലും കണ്ട് നീലച്ചിത്രങ്ങളും കണ്ട് സമയം കളയണ കുറേ ആൾക്കാരുണ്ട്. മിക്കവാറും താഴത്തെ നിലയിലൊന്നും കാണത്തില്ല. അര ഗ്ലാസ് ബിയറും മേടിച്ച് മുകളിൽ ഇരുന്നിട്ട് നീലച്ചിത്രം കാണുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന്. ഈ കക്ഷികൾ ഒരിക്കൽ പോലും ബൈബിളെടുത്ത് വായിക്കുകയോ ജപമാല ചെല്ലുകയോ ചെയ്യത്തില്ല. ചെയ്യണമെന്നല്ല പറയണത്, നിങ്ങൾ ചെയ്യുകയേ വേണ്ട. നിങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന് കഞ്ഞി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനൊരു അഭിഷേകമുണ്ട്. അഭിഷേകത്തിന് കർത്താവ് പല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില സമയത്ത് ഈശോ പറയും, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ല. അപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഈ ഒരു ആകർഷണം വേണം. ശരിക്കും ഈ ആകർഷണം ഉണ്ടെങ്കിൽ ബാക്കി എന്തെല്ലാം ആകർഷണം ഉണ്ടെങ്കിലും നമുക്ക് അകപ്പെട്ടു പോകത്തില്ല.
ബാക്കി ആകർഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പോകുന്ന ആകർഷണം എന്തായിരിക്കും? ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ ഭാര്യയ്ക്ക് വരാൻ പോകുന്ന ആകർഷണം എന്തായിരിക്കും? എന്താകർഷണം ഉണ്ടാവും? അയ്യോ, ഇനി കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? ആകുലതയുടെ ആകർഷണം ഉണ്ടാവും. ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ആകുലതയുടെ ആകർഷണം ഉണ്ടാവും. പക്ഷേ കർത്താവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ ആകുലതയുടെ ആകർഷണം ഉണ്ടാകത്തില്ല. ഈ വിഷയത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവികളെ അല്ല ആ വ്യക്തിയെ ഉള്ളിൽ നിന്ന് സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞത് പോകാൻ നേരത്ത് സ്വർഗാരോപണത്തിൻ്റെ കാലമായപ്പോൾ പറഞ്ഞത് സാന്ത്വനപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന ആത്മാവിനെക്കുറിച്ചാണ്. കാര്യം എന്തെങ്കിലും ഒരു സംഭവം നടക്കാൻ പോകുമ്പോൾ അല്ല നടന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു വിശ്വാസിക്ക് വേണ്ടത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ അയൽവാസികളുടെ ആശ്വാസം എന്നതിനേക്കാളുപരി ഒരു വിശ്വാസിക്ക് വേണ്ടത് ആത്മാവിൻ്റെ ആശ്വാസമാണ്. ആത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കണില്ല എങ്കിൽ, വേറെ ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിധികളുണ്ട്. ഒരു പരിധി വിട്ടാൽ പിന്നെ അവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യൻ്റെ ആശ്വാസങ്ങളെന്ന് പറയണത് ഒന്ന് പുറത്തുനിന്നുള്ള ആശ്വാസങ്ങളുണ്ടാകും, അകത്തുനിന്നുള്ള ആശ്വാസം ഉണ്ടാകും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് പുറത്തുനിന്നുള്ള ആശ്വാസമാണ്. അത് ഭർത്താവിൻ്റെതാകാം, ഭാര്യയുടേതാകാം, മക്കളുടേതാകാം, മാതാപിതാക്കന്മാർക്ക്. പക്ഷെ അങ്ങനെ പുറത്തുനിന്നൊരു ആശ്വാസം ഉണ്ടായാൽ അത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആൾക്കാർക്ക് ആ ആശ്വാസം തുടരാൻ പറ്റാത്ത സാഹചര്യം വരും. അല്ലെങ്കിൽ അവരുടെ ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഇത് രണ്ടും സംഭവിക്കാം. അകത്തുള്ള ആശ്വാസം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത കഴിഞ്ഞ് ഇപ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാളും കഴിഞ്ഞ് ഇനി പ്രഷ്യസ് ബ്ലഡിൻ്റെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, കോർപ്പസ് ക്രിസ്റ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ ധ്യാനാത്മകമായ ജീവിതത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ആരുടെ കൂടെയാണ്? ആത്മാവിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ദൈവപൈതലെ നമ്മൾക്ക് ആരെല്ലാം ആശ്വസിപ്പിക്കാനുണ്ടായാലും പുറത്തുനിന്നുള്ള ആശ്വാസമാണ് അതെല്ലാം. ആന്തരികമായ ആശ്വാസം ആത്മാവിൻ്റെ ആശ്വാസമാണ്. അതാ കർത്താവ് പറയണത്, ഞാൻ ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കുമെന്ന്. അപ്പോൾ ദൈവപൈതൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പോഴും ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ആണോ? ആശ്വാസകനായ ആത്മാവിൻ്റെ സാന്ത്വനങ്ങളെ എനിക്ക് അഭിഷേകമായിട്ട് ഇപ്പോഴും അനുഭവിച്ചിട്ട് വിഷയങ്ങളെ ലൈറ്റ് വെയ്റ്റ് ആകുന്നുണ്ടോ, ഫെദർ ടച്ച് ആകുന്നുണ്ടോ, പവർ സ്റ്റിയറിങ് ആകുന്നുണ്ടോ? എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെയാവും. കാര്യം നമ്മൾ കടന്നു പോകുന്ന വഴികൾ വളരെ തിക്തമാണെങ്കിലും നമ്മളെ അതിൻ്റെ ആവിയും പുകയും അറിയിക്കാതെ കൊണ്ടുപോകും. ഇപ്പോൾ അഗ്നിയിലൂടെ നടക്കുമെന്ന് നമ്മൾ സാധാരണ പറയത്തില്ലേ? ഐശ്വര്യാവചനങ്ങളിൽ 43:2 നീ അഗ്നിയിലൂടെ നടക്കും. അപ്പം അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ അഗ്നിയിലൂടെ നടക്കും. പക്ഷേ എന്താണ് സംഭവിക്കണത്? അഗ്നിയിലൂടെ നടക്കും, പക്ഷേ നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്ന വചനം. ഐശ്വര്യ 43:2 എന്താ? അഗ്നിയിലൂടെ നടക്കും, പക്ഷേ നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്ന വിഷയം. നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകും. ഇപ്പം ആ മോള് എന്താ സംഭവിച്ചത്? അവൾ എൻ്റെ മുറിയിൽ ആദ്യം വരേണ്ട സമയത്ത് 2016 ആ എപ്പിലെപ്സി ഓട്ടിസം ഉണ്ടായിരുന്ന കുഞ്ഞിനെയും കൊണ്ടാണ് വരണത്. ഇപ്പം 2 വയസ്സ്, അവൻ അന്ന് 1.5 വയസ്സോ മറ്റോ ഉണ്ട്, 1.5-2 വയസ്സുണ്ട്. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം, ഈ മകൻ എൻ്റെ മുറിയിലുണ്ട് അലമാരിയുടെ മുകളിലോട്ട് ഇവൻ ജനൽ വഴി കയറി. അപ്പോൾ അവർ 50% ഓട്ടിസം ഉള്ളത്, സംസാരിക്കുകയൊക്കെ ചെയ്യും വെച്ച്. പക്ഷെ അതിനെ പിടിച്ചാൽ നിൽക്കത്തില്ല, കോതറി പാഞ്ഞ് മിന്നൽ പോലെ നടക്കും. നമുക്ക് കൺട്രോൾ ചെയ്യും. ഇപ്പം കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുന്നതൊക്കെ തോന്നിപ്പോകും. പക്ഷേ കൊച്ചിനെയും കൊണ്ട് ഇവിടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ജീവിക്കണത്.
അല്ലാതെ എൻ്റെ മുഖത്ത് വരുമ്പോൾ അവൾ ചിരിക്കുകയാണ് ചെയ്യണത്. അച്ഛൻ ഇത് കണ്ടാന്ന് പറയും, പക്ഷെ എന്നാലും മുഖത്തെ ചിരി മായത്തില്ല. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രേയറുള്ള ആളാണ്, പ്രാർത്ഥനയുള്ള ആളാണ്, അഗ്നിയിലൂടെ നടക്കുകയാണ്. ഒരു മിന്നൽ പോലെ പായണ ഒരു പയ്യനെയും കൊണ്ട്, ഒരു ഒട്ടിസം വായിച്ച കൊച്ചിനെയും കൊണ്ട് നടക്കുകയാണ്. പക്ഷേ അവൾക്കത് ഫീൽ ചെയ്യണില്ല. അഥവാ ആ വിഷയം അവിടെ ഉള്ളിലുള്ള സാന്ത്വനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്: ദൈവപൈതലെ. ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു വാക്കാണ് ദൈവപൈതൽ. നമ്മളുണ്ടാക്കിയൊന്നുമല്ല, ലൂക്കാസ് വിശേഷൻ ഉണ്ടാക്കിയതാണ് ഈ വാക്ക്. സഭയിലുള്ള എല്ലാവരും ദൈവപൈതലാണ്, തെയോഫിലസ്, ദൈവത്തിൻ്റെ ഫീലിയ അല്ല ഫീലൂസ്, ദൈവ പൈതൽ. അപ്പം ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവ പൈതലാകണത് എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പൈതലാണ്. ആദിമ സഭയുടെ അവസ്ഥ അതാണ്. അല്ലയോ തെയോഫിലസ് എന്ന് ചോദിക്കുമ്പോൾ അല്ലയോ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനെ എന്നാണ് അർത്ഥം. ഇന്ന് തെയോഫിലസ് എന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും? ജഡത്തിന് മുഴുവൻ ആത്മാവിനാൽ മനുഷ്യൻ നയിക്കപ്പെടുന്നത്. അപ്പോൾ അല്ലയോ തെയോഫിലസ് എന്ന് പറയുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന, ആദിമസഭ അഭിസംബോധന ചെയ്തത് ആരെയാണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ. റോമ 8:14 നമ്മൾ വായിക്കുന്നതാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്, തെയോഫിലസ് ആണെന്ന്. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്, തെയോഫിലസ് ആണ്. അപ്പം തെയോഫിലസിൻ്റെ അടയാളം എന്താണ്? അവർ ദൈവാത്മാവ് നയിക്കപ്പെടുമ്പോൾ ദൈവാത്മാവ് എന്താണ് സംഭവിച്ചത്, എന്തിനാണ് സംഭവിച്ചത് എന്ന് നമ്മളെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ നേഴ്സിനോട് ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നിനക്ക് പ്രാർത്ഥിക്കാൻ, നീ പ്രാർത്ഥനയിൽ വളരാൻ, പ്രാർത്ഥിക്കാനൊരു വിഷയം ദൈവം നിൻ്റെ മകളിനുള്ളിൽ നിനക്ക് തന്നിരിക്കുന്നു. യു പ്രേ വെൽ, നീ പ്രാർത്ഥിക്കുകയെന്ന്. അവളത് കേട്ടു, പ്രാർത്ഥിക്കുക തന്നെ ചെയ്തു. അതിൻ്റെ ആന്തരിക സാന്ത്വനം അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സാന്ത്വനിപ്പിക്കുന്ന ആത്മാവാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നമുക്ക് സത്യങ്ങളെ വെളിപ്പെടുത്തി തരും. നിങ്ങൾ സത്യമറിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ദ ട്രൂത്ത്, എന്നാൽ സത്യത്തിൻ്റെ ആത്മാവെന്നാണ് പറയണത്. എന്ന് വെച്ചാൽ എന്താണ്? ആത്മാവ് അതിൽ തന്നെ സത്യമാണ്. അത് തന്നെ നമ്മൾക്കും നമ്മുടെ ജീവിതത്തിനെക്കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ യോഹന്നാൻ 8:32 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നും. ഈ സ്വാതന്ത്ര്യം ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇത് പുത്രസ്വീകാരത്തിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പൗലോസ് പറയുമ്പോൾ പുത്രന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവന് ഭയമില്ല. കാര്യം എന്താണ്? അവൻ ദൈവത്താൽ നയിക്കപ്പെടുന്നു. കാരണം എന്താണ്? അവൻ ദൈവപൈതലാണ്. കാരണം എന്താണ്? അവൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്ത്വനം അനുഭവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, പുത്രസ്വീകാര്യമായ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലും കർത്താവേ, ഓൺലൈൻ ശുശ്രൂഷയിൽ ഷഖീന ടെലിവിഷനിലൂടെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിച്ചുകൊണ്ട് എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ.
എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ എന്നെ അഭിഷേകം ചെയ്യുവാൻ എന്റെ ഉള്ളിൽ വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുദിന കൃപാസനത്തിലേക്ക് കുടുംബബന്ധങ്ങളിലേക്ക് നിറയട്ടെ. ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, യോഹന്നാൻ 14:26 15:26 പരിശുദ്ധാത്മാവ് സഹായകനാണ്. ഈ സഹായം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, എന്താണ് ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ്, നീ പതറണ്ട, നീ തകരണ്ട, എന്താണ് നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് എപ്പോൾ തീരുമെന്ന് വരെ പരിശുദ്ധാത്മാവ് പറയും. അതാ കർത്താവ് പറഞ്ഞ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. നിൻ്റെ തകർച്ചയ്ക്ക് ഇനി അധികം മാറാൻ അധികം കാലമുണ്ടാവത്തില്ല. ഇങ്ങനെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ. പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ യോഹന്നാൻ 16:13 ഈ സത്യാത്മാവെന്നാണ് ഈശോ വിളിക്കുന്നത്. സത്യാത്മാവ് നിങ്ങളെന്ത് ചെയ്യും? പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. ഒരു വിഷയത്തിൻ്റെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. ഇപ്പോൾ രോഗം തന്നെയാണെന്ന് വിചാരിച്ചോ, ആ രോഗത്തിന് ഒരു സത്യം ഉണ്ടാകുമല്ലോ. ആ രോഗത്തിനൊരു നുണയുണ്ടാവും. നുണയെന്താണ്? നമുക്കൊരു രോഗം തന്നെ വന്നെന്ന് വിചാരിച്ചോ, ആ രോഗത്തിനൊരു സത്യമുണ്ടാകും, ആ രോഗത്തിനൊരു നുണയുണ്ടാകും. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സത്യമുണ്ട്, നുണയുമുണ്ട്. അതിൻ്റെ സത്യമെന്ന് പറയുന്നത് അതിൻ്റെ ദൈവ മനസ്സാണ്. അതിന് നുണയെന്ന് പറയണത് ദൈവ മനസ്സിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന എന്തും നുണയായി മാറാം. മനുഷ്യൻ സ്വതന്ത്രനാകണമെങ്കിൽ അതിൻ്റെ സത്യം അറിയണം. അതാണ് യോഹന്നാൻ നമ്മൾ 8:32 നേരത്തെ കണ്ടത്. മനുഷ്യൻ സ്വതന്ത്രനാകണമെങ്കിൽ അതിൻ്റെ സത്യം അറിയണം. സത്യം ആർക്ക് അറിയാം? സത്യം സത്യാത്മാവിനറിയാം. അതുകൊണ്ടാണ് സത്യം നമുക്ക് ഭാഗിക സത്യം അറിഞ്ഞാൽ പറ്റത്തില്ല. സത്യം അറിയുമ്പോൾ അത് പൂർണ്ണമായ സത്യമായിരിക്കണം. ഒരു വിഷയത്തിൻ്റെ പൂർണ്ണമായ സത്യം അത് ആത്മാവ് അറിയുമ്പോൾ നമ്മളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടാണ് അറിയിക്കുന്നത്, അഥവാ നമ്മളെ സഹായിക്കുന്നത്. നിങ്ങൾ അതാണ് 16:13 വായിച്ചത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്താണ്? ഈ സത്യാത്മാവ് നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ ഭാഗികമായ സത്യമുണ്ട്, പൂർണ്ണ സത്യമുണ്ട്, സീറോ സത്യമുണ്ട്. ഈ സീറോ സത്യത്തെയാണ് നമ്മൾ നുണയെന്ന് പറയുന്നത്. അതായത് വി കാൻറ്റ് സർവൈവ് വിത്തൗട്ട് സ്പിരിറ്റ്. നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നീ ഒരു
ക്രിസ്തു വിശ്വാസിയായി ദൈവ പൈതലായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വി കാൻ സർവേ വിത്തൗട്ട് സ്പിരിറ്റ്. ആത്മാവില്ലാതെ, ആന്തരിക അഭിഷേകമില്ലാതെ, സത്യമറിയാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങള്, എന്നിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ദൈവ മനസ്സ്, അതിന്റെ ദൈവ മനസ്സ്, അതിന്റെ സത്യം, അതിന്റെ സത്യം, അതിന്റെ പൂർണ്ണ സത്യം, അതിന്റെ പൂർണ്ണ സത്യം എനിക്ക് വെളിപ്പെടുത്തി നൽകുന്നതിന് എന്നെ പുനരഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ കർത്താവേ, ആത്മാവിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സത്യത്തിന്റെ അഭിഷേകം ചെയ്യണമേ. ദൈവാത്മാവിനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ദൈവാത്മാവിൽ നമ്മളെ, സത്യത്തിന്റെ ആത്മാവിൽ നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്. ഉടമ്പടി നിയോഗം ഓരോ നിയോഗങ്ങളിലേക്കും ആത്മാവ് നിറയുകയാണ്. അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പുരത്തിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പുരത്തിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാനിപ്പോഴും ഈ ലേഡിയെക്കുറിച്ച് പറയാൻ കാരണം, ഞാൻ എപ്പോഴും മുറിയിലിരുന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഈ ലേഡിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാ. അവരെന്നോട് പറഞ്ഞത്, ഈ സ്ത്രീ ഇവർ നഴ്സിംഗ് കോളേജിൽ പഠിക്കണ കാലത്ത് തന്നെ ആശുപത്രികളിൽ രോഗികൾക്ക് ചോറ് കൊണ്ടു കൊടുക്കും. അത് എന്തൂസിയാസമാണ്, ഭയങ്കര സ്പിരിറ്റായിട്ടാണ് ഇവരങ്ങ് ചെയ്യണത്. അല്ല, ഇങ്ങനെ ഒരു ജോലി ചെയ്യണത് നല്ലതാണ്, നമുക്ക് പുണ്യം കിട്ടും, അങ്ങനെയൊന്നുമല്ല. മറിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അപ്പോസ്തലികമായ തീഷ്ണതയോടുകൂടിയാണ് ഈ ജോലി ചെയ്യണത്. ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഗുണം, ദൈവമായിട്ട് നമുക്കൊരു ആത്മബന്ധമുണ്ടാകും. ഇങ്ങനൊരു ആത്മബന്ധം ഉണ്ടായാൽ, ദൈവമായിട്ട് ആത്മബന്ധം എന്തിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? ആത്മാവിൻ്റെ ബന്ധമാണ്. അവർ സബ്ജക്റ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. ദൈവമായി ആത്മബന്ധം, ഒരു മനുഷ്യനുമായിട്ട് ആത്മബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ചെടിക ബന്ധമാകാം ചിലപ്പോഴേ. അപ്പോൾ ദൈവമായിട്ട് ആത്മബന്ധം എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മാവിൻ്റെ ബന്ധം. where you are guided by the Holy Spirit, you have a intensive relation with Jesus. നിങ്ങൾ ആത്മാവിലാണോ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നത്? അതാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. നമുക്കുണ്ടാകുന്ന enthusiasm in God. ഇപ്പം enthusiasm എന്ന് പറഞ്ഞ വാക്കില്ലേ, എന്താണത്? entheos in God എന്നർത്ഥം. ദൈവം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന അത്യുത്സാഹങ്ങളാണ് enthusiasm എന്ന് പറയണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനാണ് നമ്മൾ ആന്തരിക അഭിഷേകം എന്ന് പറയണത്. ഇത് ദൈവസഹത്തിലാണ് വർക്കൗട്ട് ചെയ്യണത്. ദൈവത്തിലെ വെദർ യു ഹാവ് ടേക്കൺ ദ covenant prayer or not, അതിനൊക്കെ വലിയ കാര്യമാണ്
നിങ്ങൾ ദൈവമായിട്ട് സ്നേഹത്തിൽ അബൈഡാണോ എന്ന്. നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നിങ്ങൾ ദൈവമായിട്ട് ആന്തരികമായിട്ട് സ്നേഹത്തിലാണോ എന്ന്. കാര്യം എല്ലാത്തിൻ്റെ ലക്ഷ്യം പൗലോസ് പറയും 1 കൊരിന്ത്യർ 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം, ചിന്തകളുടെ ലക്ഷ്യം, പ്രാർത്ഥനയുടെ ലക്ഷ്യം, ധ്യാനത്തിൻ്റെ ലക്ഷ്യം അങ്ങയുടെ സ്നേഹത്തിലെ നിറയാനും അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്താനുമായി എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നീട്ടി സ്തോത്രമേ ദൈവസ്നേഹത്തില് കാരുണ്യ ഈശോ നോക്കി പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്തൂസിയാസം അഥവാ ആന്തരികമായ ആത്മീയ ഉത്സാഹം, അത് ദൈവ പൈതലിൻ്റെ ഒരു മുഖമുദ്രയാണ്. അപ്പോൾ ഇവർ പണ്ട് മുതലേ അത് കീപ്പ് ചെയ്യുന്നതാണ്, കല്യാണത്തിന് മുമ്പ് തന്നെ. ഞാനങ്ങനെ പറയാൻ കാരണം ഇവരുടെ ഒരു ദൈവ പൈതലിൻ്റെ 10 കൊല്ലത്തെ സ്പാൻ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ 15 കൊല്ലം, അതെ 15 കൊല്ലത്തെ സ്പാൻ ഓഫ് ലൈഫ് വിലയിരുത്തുമ്പോൾ ഇവർക്ക് പണ്ട് ജോലി ഇല്ലാഞ്ഞൊരു കാലം, ജസ്റ്റ് നേഴ്സിംഗായിട്ട് പഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലം. ആ കാലം മുതൽ ഇന്ന് 3 കല്യാണം കഴിച്ച് 3 കുഞ്ഞുങ്ങളെ പെറ്റൊരു വീട്ടിൽ ഗവൺമെൻറ് ജോലിയുമായിട്ട് താമസിക്കുന്ന ആ കാലം വരെ ഉണ്ടായിട്ടുള്ള ഓരോ ഘട്ടങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. ഒരു ദിവസം ഇവരെന്നെ പെട്ടെന്ന്, ഞാൻ സന്ധ്യജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരെന്നെ വിളിച്ചതിൻ്റെ കാരണം അവർക്ക് ഭയങ്കരമായ, അതെപ്പോഴും ഞാൻ ഓർക്കും, ഇടയ്ക്ക് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടത്. കാര്യം ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന പുതിയ ശ്രോതാക്കളായതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാൻ കാരണം. അവരെന്നെ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ പള്ളിയിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, സന്ധ്യയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവരെ ഞാൻ ഫോണെടുത്തു. അന്ന് ഇത്രയും തിരക്കൊന്നുമുള്ള കാലമല്ല. ഫോൺ ഇപ്പോൾ ഇന്ന് നമുക്ക് 800 ഫോൺ 600 ഫോണൊക്കെയാണ് ഒരു ദിവസം വരണത്. അപ്പോൾ 5-10 ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴേ. 5 പേരെ ഈ ലോക്ക്ഡൗണിന് പോലും ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് ഫുൾ ടൈമേഴ്സായിട്ട്. രാത്രി ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പം അന്ന് അത്രയും തിരക്ക് നമുക്കില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത ഉടനെ എൻ്റെ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ മടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, അവർ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോഴേ അവരുടെ ഈ ഓട്ടിസം ബാധിച്ച മകൻ ഇങ്ങനെ മരിക്കണ പോലെ ഇങ്ങനെ തളർന്ന് വീട്ടിൽ കിടക്കുക. അവനടുത്ത് ചെന്ന് ചോദിച്ചിട്ട് അവന് ഇങ്ങനെ ഏങ്ക മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇവളാണെങ്കിൽ സന്ധ്യക്കാണ് കയറി വരുന്നത്. പക്ഷേ സന്ധ്യക്ക് കയറി വരുമ്പോൾ കുടുംബത്തിൻ്റെ സിറ്റുവേഷൻസ് ഇതാണ്. അപ്പോൾ ഉടനെ ഇത് കണ്ട ഉടനെ ഇവരെന്താ ചെയ്തത്? ഇവർ ജസ്റ്റ് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. ഞാൻ എപ്പോഴും ഓർക്കും, ആ ഒരു കൊച്ചിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ ഉടനെ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. അതെന്താണെന്ന് തിരക്കി അതിൻ്റെ ഒരു മറുകൃതി കണ്ടുപിടിച്ചിട്ടാണ് എന്നെ വിളിക്കേണ്ടത്. പക്ഷേ ഇതാണ് പ്രശ്നമായി. അപ്പോൾ തന്നെ അവർ വിളിക്കാൻ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അറിയേണ്ടത് എൻ്റെ ഒരു അഭിപ്രായമല്ല, കർത്താവ് എന്താണ് ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് പ്രശ്നം. ഈ കാലങ്ങളിലൊക്കെ മനുഷ്യന്മാർ ജീവിക്കുന്നവർ ഉള്ളവർക്കെല്ലാം ഉണ്ട്, ഇല്ലാത്തവർക്കൊന്നുമില്ല എന്ന് പറഞ്ഞുള്ള അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ദൈവികമായ കാര്യത്തിൽ ചിലർ എല്ലാ കാര്യങ്ങളിലും ഇല അനങ്ങിയാൽ പോലും ദൈവഹിതം എന്താണ്, ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റുമില്ല. അവർക്ക് ദൈവത്തെ ലഭിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് അതിൻ്റെ അച്ഛാ ഈ ക്വസ്റ്റ്യൻ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മായിയപ്പൻ ഇന്ന് കണ്ണിന് അസുഖമുള്ള ആൾ, ഈ കണ്ണിൻ്റെ അസുഖം കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് വന്ന് കൊച്ചിയെ കിടക്കുകയാണ്.
അപ്പോൾ കണ്ണ് തെളിയുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി പത്രം വായിച്ചുകൊണ്ട് കൊച്ചി കിടക്കുന്നു. പത്രം ചെറിയ അക്ഷരവും വലിയ അക്ഷരവും ഒക്കെ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അപ്പനങ്ങനെ പത്രം വായിക്കുന്നത്. അപ്പോൾ ഈ പയ്യൻ അകത്ത് കണ്ടപ്പോഴേ അപ്പനിങ്ങനെ ചെറിയ അക്ഷരം അടുത്ത് നോക്കും, പത്രം താഴ്ത്തും, വലിയ അക്ഷരം കാണുന്നുണ്ട്, പത്രം അകലെ പിടിക്കും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഓട്ടിസം വായിച്ച കുഞ്ഞു വിചാരിക്കണത് അപ്പം പാത്ത് കളിക്കണമെന്ന് വിചാരിച്ചത്. കാര്യം കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പിള്ളേർ കളിക്കത്തില്ല അവിടെ. അപ്പോഴേ അതുപോലെ കളിക്കണേ പത്രം പൊക്കിയും താത്തിയും അവന് ആ കുസിന് തോന്നിയിട്ട് അവൻ വന്ന് അപ്പാപ്പനെ കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പത്രം പറിച്ച് താത്തിയോടുകൂടി അവൻ്റെ കൈ അപ്പാപ്പൻ്റെ കണ്ണിൽ കൊണ്ട്, കണ്ണിൽ കേടായിരിക്കണ കണ്ണാണേ, ഒന്നും ഒറ്റ അടി വെച്ച് കൊച്ചിനുണ്ട്. അറിഞ്ഞുകൊണ്ട് അടിച്ചതല്ല, അപ്പോഴത്തെ അവസ്ഥയിൽ അടിച്ചു പോയി. കൊച്ച് ആട്ടിക്കൊണ്ട്, വലിയ മനുഷ്യൻ്റെ അടിയല്ലേ, ആട്ടിക്കൊണ്ട് കൊച്ച് വീണു പോയി. ഞാനങ്ങിയിട്ടില്ല, എങ്ങി അവിടെ കറണ്ടടിച്ച പക്ഷീനെ പോലെ കിടക്കുക. ഇവക്കാണെങ്കിൽ ആരോട് പറയാനാണ്? നമ്മൾ ആശുപത്രിയിൽ നിന്നാണെങ്കിൽ നിന്ന് തിന്നാണ്, ഭക്ഷണം കഴിച്ചാണ് അവിടെ ഉച്ചയൊക്കെ മറ്റേ കാര്യം ഡ്യൂട്ടിയുടെ സമയമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പല നേഴ്സുമാരും 5 മിനിറ്റ് കൊണ്ട് നിന്ന് തിന്നിക്കാണ് തീരണത് ഭക്ഷണം കഴിക്കണത്. അപ്പോഴേ ആരോടും ഒന്നും പറയാൻ പറ്റില്ല. കൊച്ചിനെ ആശിപ്പിക്കുമ്പോൾ ഇവളാകപ്പാടെ ഇങ്ങനെ തേങ്ങി. എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചു. വാട്ട് ഇസ് ഹാപ്പൻ ടു മീ, എന്താണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്താണ് പ്രെയർ ചെയ്ത് പോകണത്. ഇങ്ങനെ അവിചാരിതമായിട്ട് എന്തുകൊണ്ടാണ് ഈ തകർച്ച വരണതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ പെരക്ക് തീ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഫയർ എഞ്ചിൻ്റെ നമ്പർ നോക്കിയെടുക്കരുത്. ഇതൊക്കെ നമുക്ക് ഒരു വിധം അറിഞ്ഞിരിക്കണം. അത്യാഹിത വിഷയങ്ങളിലൊക്കെല്ലാം ഇപ്പം 100, 108 എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയത്തില്ല. അതുപോലെ നമുക്ക് ആ സംഭവം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ 100 108 പോലീസിനെ വിളിക്കണം, ആംബുലൻസിനെ വിളിക്കണം, ഫയർ എഞ്ചിനെ വിളിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് വിളിക്കുന്ന സമയം നമുക്ക് സമയം കിട്ടത്തില്ല. കാര്യം ഓരോ സെക്കൻഡിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അത്യാഹിത സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാഹിത സമയത്ത് കറക്റ്റ് പരിശുദ്ധാത്മാവ് നമുക്ക് കൃത്യമായിട്ട് ആന്തരികമായിട്ട് കിട്ടിയാൽ നമുക്ക് കാഷ്വാലിറ്റിയൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ കാഷ്വൽ ബന്ധമല്ല, ഒരു നിരന്തരമായ ഒരു ബന്ധമാണെന്ന് ഓർക്കണം. അതാണ് ഉടമ്പടി നമ്മളെ സഹായിക്കുന്നതിൻ്റെ പരിപാടി. കാര്യം വെളുപ്പിന് 5 തൊട്ട് വൈകുന്നേരം രാത്രി 10 വരെ ഉടമ്പടിയുടെ സ്പിരിറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയ്ക്ക് ടൈറ്റ് പ്രെയറാണ്. പക്ഷേ നമുക്ക് ലൈറ്റ് വെയിറ്റാണിത്, നമ്മൾ അറിയത്തില്ല. ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടെയാണ് അവരത് ചെയ്യണത്. ചെയ്യാൻ കൃപ കിട്ടാത്തവനെ ഇടയ്ക്ക് അവസാനിപ്പിച്ചുള്ളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതേസമയം തന്നെ അപ്പം ഞാൻ പറഞ്ഞു ഒരു വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. കാര്യം ഇവളോട് കർത്താവ് സംസാരിക്കുമെന്ന് എനിക്കറിയാം. കാര്യം അവൾ കർത്താവിൻ്റെ ഇൻറ്റിമേറ്റാണ്. അവളോട് സംസാരിക്കും. അവളോട് സംസാരിച്ചാൽ പിന്നെ ആരോട് സംസാരിക്കാനാ? ഓർമ്മ വെച്ച കാലം പോലെ ക്രിസ്തു എന്നും പറഞ്ഞ് നടക്കുകയാണ്. അത് നടക്കുക മാത്രമല്ല, അതിനെ ജീവിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കർത്താവിനെ കൂട്ടിയേ സംസാരിക്കത്തുള്ളൂ, പറയത്തുള്ളൂ, ആ കാര്യം വിലയിരുത്തത്തുള്ളൂ. കർത്താവിനെ നോക്കിയാണ് ഓരോ ചെവിടും വെക്കണത്. അങ്ങനെ കർത്താവേ എന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇപ്പം ഞാൻ ഇവളോട് കർത്താവ് സംസാരിക്കുന്നത് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, നീ വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാനും വിശ്വാസപ്രമാണം ചൊല്ലി, അതറിയണ്ടല്ലേ അവളും വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം ചൊല്ലി കഴിഞ്ഞില്ല, അതിന് മുമ്പ് ഞാനൊരു ചോദ്യം അവളോട് ചോദിച്ചു. കഴിയാനായപ്പോൾ ചോദിച്ചു, മോളെ ഇത് നീ ഈ കുട്ടി ഡൊമസ്റ്റിക് ഡോറാണെന്ന് പറയണമെന്ന് ഈശോ പറയണമെന്ന്. സത്യം പറഞ്ഞ ആ മെസ്സേജ് എനിക്കും അറിയാൻ പാടില്ല, അവൾക്കും അറിയത്തില്ല. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എന്താണെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഡോർ എന്ന് പറയണത്. അവൾ ആദ്യം കേൾക്കുകയാണ്, പക്ഷെ ഞാനും ആദ്യം കേൾക്കുകയാണ് ഡൊമസ്റ്റിക് ഡോർ. ഇപ്പോൾ ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്ക് ഹോം അഫെയർസ് നമുക്കറിയാം, വീട്ടുകാര്യങ്ങളാണ്. അപ്പോൾ ഡോറെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത്, വീണ്ടും ഞാൻ ഒരു സ്വർഗസ്ഥനായ പിതാവ് അവളെ കേൾപ്പിക്കാതെ മനസ്സിൽ ചൊല്ലി. കാര്യം എനിക്കിത് പറഞ്ഞു കൊടുക്കും, ഞാനാണല്ലോ ഇത് പറഞ്ഞു കൊടുത്ത ആൾ. അപ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ ആ ദർശനം വ്യാഖ്യാനിക്കാൻ, അല്ലെങ്കിൽ ആന്തരിക ഇത് ദർശനം പോലും അല്ല,
ആന്തരികമായ ഒരു പ്രചോദനമാണ് ഈ മെസ്സേജ് വരേണ്ടത്, ഡൊമസ്റ്റിക് ഡോർ എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ആ ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിക്കഴിഞ്ഞാൽ പറഞ്ഞു, മോളെ ഇത് ഇങ്ങനെയാണ് ഒരു വീടിന് ഡൊമസ്റ്റിക് ഡോർ ഉണ്ടെന്ന് ഈശോ പറയണത്. എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് മാത്രം കയറാൻ പറ്റിയ വാതിൽ, പബ്ലിക് അതിലൂടെ കയറത്തില്ല. ഇപ്പം നമ്മുടെ സന്ദർശന മുറിയിലെ വാതിലെന്ന് പറയുമ്പോൾ പബ്ലിക് കയറുന്ന വാതിലാണ്. വീട്ടുകാർ കയറുന്ന വാതിലെന്ന് പറഞ്ഞാൽ ഇടനാഴികളിലുണ്ടാകുന്ന വാതിലുകളാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞ്, ഇപ്പം അപ്പനകത്തിരിക്കണം വിചാരിച്ചു. അപ്പനകത്തിരിക്കണം, കുട്ടികൾക്ക് അവർക്ക് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ മാന്യമര്യാദയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പനോട് വന്ന് പറഞ്ഞിട്ട് പോകും, അപ്പ പോണിടാ, ഒരു വാക്കെങ്ങനെ പറയാം, അപ്പ പോണിടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകും. അപ്പോഴേ അങ്ങനെ പറയാനുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വരണത്? പുറത്ത് വന്ന് കോളിംഗ് ബെല്ലടിച്ച് വിസിറ്റിംഗ് ടൈം കുറിച്ചിട്ട് ഒഫീഷ്യലായിട്ടല്ലല്ലോ വരുന്നത്. അവർ ഇടനാഴിയിലുള്ള വാതിലെ കൂടി കയറി വന്നിട്ട് പറഞ്ഞിട്ട് പോകണമാണ്. ഇതാണ് ഡൊമസ്റ്റിക് ഡോർ എന്ന് പറഞ്ഞത്. നാട്ടുകാർക്ക് അപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ, അപ്പൻ കാര്യശേഷിയുള്ള ആളാണെങ്കിൽ നേരത്തെ വന്ന് വാതിക്കൽ നിന്ന് കോളിംഗ് ബെല്ലടിച്ച് അപ്പോൾ തുറന്ന്, ചിലപ്പോൾ പുറത്തിരുന്ന് സംസാരിക്കേണ്ടവരാ പുറത്തിരുന്ന്, അകത്തോട്ട് കയറ്റേണ്ടവരാ അകത്തോട്ട് കയറ്റി, അങ്ങനെയൊക്കെ കുറേ എറ്റിക്വറ്റ്സും കുറേ സാങ്കേതിക വിഷയങ്ങളുണ്ട്. ഇത് പബ്ലിക് ഡോറാണ്, ഡൊമസ്റ്റിക് ഡോറല്ല. ഈ സ്വകാര്യ വാതിലാണ് ഡൊമസ്റ്റിക് ഡോറ്. അപ്പോഴേ ഞാൻ ഇവളോട് പറഞ്ഞ, മോളെ ഈ കുട്ടി ഡൊമസ്റ്റിക് ഡോറാണെന്ന് ഈശോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ പ്രോബ്ലം ഈസ് ഓവർ. ഈ കുഞ്ഞ് ഡൊമസ്റ്റിക് ഡോറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ അപ്പൻ്റെ അടുത്ത് കോളിംഗ് ബെല്ലടിക്കാതെ, സന്ദർശനത്തിൻ്റെ സമയം കുറിക്കാതെ, ഇഷ്ടമുള്ളപ്പോൾ കയറി വരാൻ വേണ്ടിയുള്ള ഒരു ഡൊമസ്റ്റിക് ഡോർ. ഈ കുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ ഈശോൻ്റെ അടുത്ത് നിനക്ക് ഏത് സമയത്തും വരാം. ഞാൻ കേട്ടിട്ട് തന്നെ ഞാൻ തന്നെ മിണ്ടാണ്ടായി. അവസാനം ഞാൻ പറഞ്ഞു, ദൈവം ഇങ്ങനെ സംസാരിക്കണം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവം ഇങ്ങനെ സംസാരിക്കണത് ഇത് കേട്ടോടുകൂടി അവൾ കണ്ണീർ തുടച്ചെന്ന് എനിക്ക് ഉറപ്പായി. കാര്യം എന്താണ്? അത് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് മെസ്സേജാണത്. അത് ഉൾക്കൊള്ളാനുള്ള ആന്തരിക അഭിഷേകം അവൾക്കുണ്ട്. അപ്പം ഞാനത് കേട്ടോടുകൂടി എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വെച്ചാൽ ആ സന്തോഷം എൻ്റെ 3 ദിവസത്തോളം നിന്ന്. കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എത്രയോ മനുഷ്യരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? 16:13 പറഞ്ഞില്ലേ? സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുമെന്ന്. ഈ ഓട്ടിസം ബാധിച്ച കുട്ടി അമ്മായപ്പന് അപ്പാപ്പനെ അടിച്ചിട്ട് ചത്തതുപോലെ കിടക്കണ കൊച്ച്, ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കി മാറി താമസിച്ച് കുടുംബം കുട്ടിച്ചോരാക്കി മാറി താമസിക്കാനുള്ള എല്ലാ വകുപ്പുകളും അതിൻ്റെ അകത്തുണ്ട്. ബുദ്ധിബോധമില്ലാത്ത മരുമക്കളാണെങ്കിൽ ചൈൽഡ് ലൈനിൽ അപ്പം തന്നെ വിളിച്ചു പറയും. ചൈൽഡ് ലൈനിൽ അപ്പം തന്നെ എന്തെല്ലാം നിയമപ്രശ്നങ്ങളാണ് വരാൻ പോണത്. അങ്ങനെ വളരെ വഷളാകാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. വെറുതെ സിമ്പിളായിട്ട് ആ വിഷയം തീരുകയാണ്. എന്താണ്? അത് ഡൊമസ്റ്റിക് ഡോറാണെന്ന്. നിനക്കിഷ്ടമുള്ളപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന ഒരു ആനുകൂല്യമായിട്ട് മാറുകയാണ്. പല അശനിപാതങ്ങളും നമുക്ക് ദൈവം നൽകിയ ആനുകൂല്യങ്ങളാണ് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സത്യാത്മാവ് വരണം. എല്ലാ വിഷയങ്ങൾക്കും അതിന് സത്യമുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും അതിന് നുണയുണ്ടെന്ന് പറയും. ഇപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെക്കുറിച്ച് അതിന് നുണയുണ്ട്. ഇപ്പം മാസ്റ്റർബേറ്റായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണമെന്നും പറഞ്ഞൊരു തിയറിയുണ്ട്. അതതിൻ്റെ നുണയാണ്, അതിൻ്റെ നുണയാണത്. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലുണ്ടായിട്ടുള്ള നേരത്തെ പ്രീ മാരിറ്റൽ സെക്സൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ടാകുന്നതെന്ന് ഒരു തിയറിയുണ്ട്. അതതിൻ്റെ നുണയാണ്. അതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമസ്റ്റിക് ഡോറാണ് എൻ്റെ സത്യം. എന്താണ്? എല്ലാ മാതാപിതാക്കന്മാർക്കും എല്ലാ മനുഷ്യൻ വിശ്വാസികൾക്കും ദൈവത്തിൻ്റെ അടുത്ത് സ്വകാര്യമായി വരാൻ വേണ്ടി ഒരു സ്വകാര്യമായി തുറക്കാവുന്ന ഒരു വാതിലെ, നിൻ്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലെ. നമ്മൾ ഐസയ 40:22 പറയും, ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല, ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല. ആർക്കും അടക്കാൻ പറ്റാത്തൊരു വാതിൽ ദൈവപൈതലെ, ഒരു ഡിസ്ഗൈസ്ഡ്
ബ്ലെസ്സിങ്ങിന് ഡിസ്കൈസ് ആയിട്ട് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ അത് വിവേചിക്കണത്, നിനക്കത് വിവേചിച്ച് തരണത് ദൈവത്തിൻ്റെ അതിൻ്റെ സത്യം പറയണത്, നിന്നെ സ്വതന്ത്രമാക്കണത് ദൈവത്തിൻ്റെ സത്യാത്മാവാണ്. സത്യാത്മാവ് വരുമ്പോൾ നിന്നെ പൂർണ്ണസത്യത്തിലേക്ക് നയിക്കുമെങ്കിൽ ആ സത്യാത്മാവ് തന്നെയാണ് നിന്നെ സാന്ത്വനപ്പെടുത്തുന്നത്. ആ സത്യാത്മാവ് തന്നെയാണ് ഇവിടെ സഹനമുണ്ടെങ്കിൽ ആ സഹനത്തിന് സാന്ത്വനമുണ്ടെന്നാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം നൽകുന്നത്. സഹനം മാത്രമല്ല, കർത്താവിൻ്റെ നാമത്തിൽ സാന്ത്വനമുണ്ട്. ദൈവവേദന ആ സാന്ത്വനം അന്വേഷിക്കാതെ, ആ സാന്ത്വനം നേടാതെ നിന്റെ സകലത്തിന് വേറെ ഉത്തരവാദി. അതിന് പലതരത്തിലുള്ള എൻ്റെ പാപകാരണങ്ങളാണ്, പൂർവികരുടെ പാപങ്ങളാണെന്നൊക്കെ പറയുന്ന വ്യാജ പ്രബോധനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സറിയാൻ, സത്യത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരാകാൻ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ നിറയണമേ, ആത്മാവിൽ നിറയണമേ കർത്താവേ, പരിശുദ്ധാത്മാവില് സത്യത്തിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. അവിടെ ഞാൻ ഏകനല്ല, കരങ്ങളടിച്ചുകൊണ്ട് വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളില. ചേർന്ന് പാടാം. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളില. കരങ്ങൾ ഉയർത്തി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവസ്നേഹത്തോടെ എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധപരമദിവ്യകാരുണ്യം. ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈ വചനത്തോട് നമ്മൾ ഇപ്പം കേട്ട വചനങ്ങളില്ലേ, പരീക്ഷണങ്ങൾ ദൈവം അനുവദിച്ചാൽ ദൈവത്തിന് അതിനെക്കുറിച്ച് കരവിചാരിപ്പുണ്ട് എന്ന് പറഞ്ഞ വചനം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റു വചനങ്ങൾ അതിലൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയൊരു വചനമാണ് പ്രഭാഷകൻ 2:3. പ്രഭാഷകൻ 2:3, 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടുത്തോട് അകലാതെ ചേർന്ന് നിൽക്കുക. അവിടുത്തോട് വിട്ട് അകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്ലേശകരമായ നിമിഷമാണ് അന്ത്യദിനങ്ങൾ. നമ്മൾ നന്മ നിറഞ്ഞു മറിയുന്ന പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മുടെ ഈ അങ്കലാപ്പ് അതിൽ പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് വന്ന് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വികലമായ സമയമാണ് അവൻ്റെ അന്ത്യദിനങ്ങൾ. നമുക്ക് കടങ്ങളുണ്ടാകാം, നമുക്ക് ജപ്തി നടപടികളുണ്ടാകാം, നമുക്ക് രോഗങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള പല നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളവരാകാം. പക്ഷെ അതിനേക്കാൾ കഠോരമാണ് അന്ത്യദിനങ്ങൾ. പ്രഭാഷകൻ എന്താ പറയണത്? 2:3 അവിടുത്തോട്ട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അന്ത്യദിനങ്ങൾ വരെ ധന്യമാകുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവേദലെ അതിന് താഴെയുള്ള മാനസികാഘാതം വരുന്ന മറ്റ് എല്ലാ നിമിഷങ്ങളും ധന്യമായിരിക്കും. വെരി സിമ്പിൾ. ദൈവത്തോട് അവിടത്തോട് ചേർന്ന് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. കർത്താവിനോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നാൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഏറ്റവും മോശമായ സമയം അവൻ്റെ അന്ത്യദിനങ്ങളാണെങ്കിൽ കർത്താവിനോടുള്ള ചേർന്ന് നിൽപ്പ്
അന്ത്യദിനങ്ങളെ ആശ്വസിപ്പിക്കുമെങ്കിൽ എൻ്റെ ദൈവത്തിലെ അതിന് താഴെയുള്ളതാണ് എല്ലാ പരീക്ഷങ്ങളും. നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന ഓരോ തകർച്ചയും അന്ത്യമുഹൂർത്തങ്ങളെക്കാളും ആഘാതം കുറഞ്ഞതാണ്. ഈ നിമിഷങ്ങളെല്ലാം അതിജീവിക്കാനാണ് പ്രഭാഷകൻ 2:3 ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ബൈറ്റ്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. പ്രാർത്ഥനയിൽ, ഭക്തിയിൽ ഈ വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നതിനാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ഭക്തി പ്രാർത്ഥനയിൽ മാത്രമല്ല, ഭക്തി പ്രവർത്തനത്തിലുമുണ്ട്. എല്ലാ ഉടമ്പടിയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഭക്തിയുടെ പ്രവർത്തനങ്ങളാണ്. എല്ലാ പ്രാർത്ഥനകളും പലപ്പോഴും ഭക്തി എന്ന് പറയുമ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഭക്തിയോട് പ്രാർത്ഥിക്കുക, ഭക്തിയോടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുക, അങ്ങനെയുള്ള അനുഷ്ഠാന ക്രിയകൾക്കാണ് ഭക്തി ചേർത്ത് പറയുന്നത്. പക്ഷെ ക്രിസ്ത്യൻ ഡിവോഷൻ അങ്ങനെയല്ല. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കാൻ പറയണത് ജീവിതത്തിൻ്റെ എല്ലാ മുഹൂർത്തങ്ങളിലും ദൈവത്തോട് കാണിക്കുന്ന ഭയത്തോടെ കൂടിയുള്ള ഒട്ടിച്ചേർപ്പ്, തിക്തം, യുക്ത, രക്തം. നമ്മുടെ സംസ്കൃത ധാതു എല്ലാം അഡ്ഹേഴ്സിയോ എന്നുള്ള അർത്ഥമാണ്. ഒട്ടിപ്പിടിപ്പ്. ഇപ്പം രക്തം, രക്തം എന്ന് വെച്ച അർത്ഥം എന്താ? രജോ ഗുണത്തോട് ഒട്ടിച്ചേർപ്പെന്നതിൻ്റെ അർത്ഥം. കാരണം തണുത്ത രക്തം ചൂടായി, അതായത് ക്ഷത്രിയ രക്തം എന്നൊക്കെ പറഞ്ഞത് രജോ ഗുണമുണ്ട് മനുഷ്യന്, തമോ ഗുണമുണ്ട്, ബ്രഹ്മഗുണമുണ്ട്. അതുപോലെ തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമുള്ളവർക്ക് രജോ ഗുണങ്ങളാണ് കൂടുതൽ, പ്രത്യേകിച്ച് ഫൈറ്റേഴ്സിന്. അതിന് രക്തമാണ്. രക്തം തണുത്താൽ അവൻ്റെ വീരശൂരത്വം കുറയും. അതാണ് പട്ടാളക്കാരെയൊക്കെ യൂത്തായി കഴിഞ്ഞാൽ പിന്നെ കാലാൾ ആയിട്ട് ആർമിയായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു വിടാൻ കാര്യം എന്താ? ഞാൻ യൂത്തിനെ എടുക്കത്തുള്ളൂ. അതുപോലെ രക്തം, രജോ ഗുണത്തോട് ഒട്ടിച്ചേർപ്പ്. അതുപോലെ തന്നെ ഭക്തി, ദൈവത്തോട് ഭയത്തോടെയുള്ള ഒട്ടിച്ചേർപ്പാണ്. ദൈവത്തോട് മുപ്പളമ നോക്കാതെ തോളെ കൈയിട്ട് നടക്കണ, അങ്ങനെ ചിന്തിക്കണ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളുടെ അത്തരം ഭക്തിയൊക്കെ ഒരുതരം ഭക്തിയുടെ പേക്കോലങ്ങളാണ്. ദൈവമാണെങ്കിൽ, ആത്മാവാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ ആത്മാവ് ഒരു മിനിമം ഭയം തരും നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആന്തരികമായൊരു ഭയം. ആ ഭയം എന്തൊരു ചെയ്യും? നമ്മളോട് ദൈവത്തെ, ഭയത്തോടു കൂടി നമ്മൾ ദൈവത്തെ, ആ സ്നേഹത്തിൽ നിന്ന് നിർഭരമായ ഭയമാണത്. അല്ല, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നൊരു ഭയമാണ്, ദൈവത്തെ ദൈവമായി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭയം. ഈ ഭയത്തോടു കൂടി നമ്മൾ ദൈവത്തോട് ഒട്ടിച്ചേർക്കുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് പറയണത്? നമുക്ക് കാരുണ്യം കിട്ടുമെന്നാണ്. ഇന്നലെ ഞാൻ അമ്മ മാതാവിൻ്റെ ദൈവമാത തിരുനാളായിരുന്നു ഇന്നലെ. അമ്മ മാതാവിൻ്റെ ദൈവമാതത്വ തിരുനാളാണ്. ശരിക്കും പറഞ്ഞാൽ ആരാധനാക്രമത്തിലൊക്കെ വിസിറ്റേഷൻ, സന്ദർശന തിരുനാളെങ്കിലും സന്ദർശനം ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും വിശ്വാസത്തിൻ്റെ അത് അങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ വിശ്വാസം നിലനിൽക്കാത്ത അവസ്ഥ ഒന്നുമല്ല. പക്ഷേ അമ്മ ദൈവമാതാവാകുന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ ഗുരുതരമായ ഒരു അടിസ്ഥാന വിശ്വാസമാണ്, തേഹത്തോക്കസ്. അതുകൊണ്ട് ഞാനെപ്പോഴും ആ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ദൈവമാതാവിൻ്റെ തിരുനാൾ, ദൈവമാതത്തെ വെളിപാടുള്ള ദിവസമായിരുന്നു ഇന്നലെ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യതയെന്ന് എലിസബത്ത് ചോദിക്കുമ്പോഴേ മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് വെളിപ്പെടുത്തിയ ഒരു സുവിശേഷ മുഹൂർത്തമാണത്. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
എൻ്റെ മനസ്സിൽ വന്നത് അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കുമെന്ന്. ദൈവം തൻ്റെ കാരുണ്യം തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കാണിക്കും. അതായത് അമ്മ എങ്ങനെയാണ് ദൈവമാതാവായെന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു മറുപടിയായിട്ടാണ് എനിക്കത് തോന്നിയത്. അമ്മ പറഞ്ഞത് എൻ്റെ യോഗ്യതയല്ല, ഞാൻ അപ്പായുടെ ഒരു ഭക്തയാണ്, ഒരു വല്ലാത്ത ഭക്ത. എന്നുവെച്ചാൽ 4 വയസ്സിലെ പെറ്റ് സാമുവലിനെ പോലെ ദേവാലയത്തെ കൊണ്ടുവന്ന് നിർത്തി 12 വയസ്സ് വരെ അപ്പായുടെ കൂടെ ജീവിച്ചപ്പോൾ കിട്ടിയ ഭക്തിയാണത്. അത് അമ്മ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ ഭക്തി കളഞ്ഞില്ല. ഇന്ന് ലോകത്തിന് മുഴുവൻ സംഭവിച്ചിരിക്കുന്ന എൻ്റെ പ്രശ്നം 12 വയസ്സ് വരെ എല്ലാവർക്കും ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്. പല ക്രിമിനൽസും പണ്ട് ഓൾട്ടർ ബോയ്സ് ആയിരുന്നു, അറിയാമോ നിങ്ങൾക്ക്? ഞാനിവിടെ ഇടവക ചെല്ലുമ്പോൾ വെള്ളമടിച്ച് 4 കാലിലൊക്കെ വരുന്നവന്മാരെ കാണുമ്പോൾ നാട്ടുകാർ പറഞ്ഞതാണ്, ഇവൻ പണ്ട് ഓൾട്ടർ ബോയ് ആയെന്ന് പറയും. സി വാട്ട് ഹാപ്പൻഡ്? എവിടെയാണ് സംഭവിച്ചത്? 12 വയസ്സായപ്പോൾ അവൻ്റെ ഭക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ഭക്തി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കന്മാരെയോ സഭയെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ആ വ്യക്തി തന്നെയാണ് കളഞ്ഞത്. കാര്യം ഓരോ 12 വയസ്സെന്ന് പറയുന്നത് ഒരു ആത്മീയ പൗരത്വത്തിൻ്റെ ഒരു കാലമാണെങ്കിൽ ഒരു പിശാച് ഒരു മനുഷ്യനെ ഒരിക്കലും തൊടത്തില്ല അൺലെസ് വി ഗിവ് എ ചാൻസ്. അതുകൊണ്ടാണ് എഫേസ്യരുടെ പുസ്തകത്തിൽ പറയുന്നത്, സത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ആരെങ്കിലും ഭക്തിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ആരെങ്കിലും ഭക്തിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. എനിക്ക് 9ാം ക്ലാസ് വെച്ച് കുറച്ച് അബ്രീവേഷൻ സംഭവിച്ച ആളാണ്. ചീത്ത കൂട്ടുകെട്ട് കാരണം എൻ്റെ വിശുദ്ധിയ പ്രാർത്ഥന പോയ ആളുണ്ട്, ഒരു കാലമുണ്ട്. പക്ഷേ 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ തന്നെ തിരിച്ചു വന്നത്. ഒരു കൊല്ലം മാത്രമേ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയുള്ളൂ, കർത്താവുമായിട്ട് അകന്ന് പോകേണ്ട ഒരു കാലം വന്നുള്ളൂ. പക്ഷേ 10ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ആരാണ്? ഞാൻ തന്നെ പോയി, ഞാൻ തന്നെ തിരിച്ചു വന്നതാണ്. ഇന്നുവരെ പിന്നെ പോയിട്ടില്ല കർത്താവിനോടേക്കെന്ന്. ആരെങ്കിലും 12 വയസ്സുകാർ ഏതെങ്കിലും കാരണവശാൽ കർത്താവിൽ നിന്ന് ഭക്തിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടൊരു കഥയുമില്ല. ഏത് കുട്ടിയാണ് പോയത് അത് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ഈ ധ്യാനം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം. പരിശുദ്ധ അമ്മ 12 വയസ്സ് കഴിഞ്ഞിട്ടും അപ്പായോടുള്ള ഭക്തി നിലനിർത്തി. അങ്ങനെ നിലനിർത്തിയത് കൊണ്ട് അമ്മയോട് പരിശുദ്ധാത്മ പറഞ്ഞു, മേരി നീ എങ്ങനെ കർത്താവിൻ്റെ അമ്മയായെന്നറിയാമോ? അതിലൊരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം അവിടുന്ന് അവിടുത്തെ കാരുണ്യമാണ്. അതാണ് ലൂക്കാ 1:50 എഴുതിയിരിക്കുന്നത്, അവിടുന്ന് അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുത്തെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കുമെന്ന്. നമ്മുടെ തലമുറയിൽ മാത്രമല്ല, അടുത്ത തലമുറയിലും അതിൻ്റെ പിന്നത്തെ തലമുറയിലും കാണിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കാരുണ്യം. അനാദ്യമായ കാലം മുതൽ ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാരുണ്യമുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ തെറ്റ് ചെയ്യുമെന്ന് കണക്കാക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച നിരന്തരദ്രവ്യമായ ദൈവകാരുണ്യം അതാർക്കാണ് വിളമ്പിക്കൊടുക്കുന്നത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ. ആർക്കൊക്കെയാണ്? തലമുറകൾ തോറും. ദ ഫുൾ ഓഫ് സാപ്പ് ഹാവ് എ ഗ്രീൻ എന്ന് പറഞ്ഞ വചനമുണ്ട്. ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ്, ദേ ആർ ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിനോട് ഭക്തി കാണിക്കുന്നവൻ, അവൻ എത്ര വാർദ്ധക്യം ചെന്നാലും അവൻ ഹരിതാഭമായിരിക്കും. സങ്കീർത്തനം 92:14 ദർ ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ. അതായത് അവൻ എത്ര പ്രായം ചെന്നാലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുർബാന ചൊല്ലിയപ്പോൾ എൻ്റെ മനസ്സിൽ വാക്ക് വന്നു. സഭയിൽ 2 ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ട്. യുവാക്കന്മാർ നാളെയാണെന്ന് പറയും, നാളത്തെ വാഗ്ദാനമാണ് യുവാക്കന്മാരെന്ന് പറയും. അപ്പോൾ ഒരു വിഭാഗം പറയും യുവാക്കന്മാർ നാളത്തെ വാഗ്ദാനമല്ല, ഇന്നത്തെ സഭയാണെന്ന് പറയും. ഇത് ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത് യുവാക്കന്മാർ ആരാണെന്ന് ചോദിച്ചു.
എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് പ്രക്രിയേഷന് വേണ്ടി, ഉൽപ്പാദനത്തിന് വേണ്ടി അവൻ്റെ അവയവങ്ങൾ സജ്ജമായാൽ ഉടനെ അവൻ യുവാവാകുമോ? നോൺസെൻസ്. അവൻ്റെ അവയവങ്ങൾ പ്രത്യുൽപാദനത്തിന് വേണ്ടി റെഡിയായി കഴിയുമ്പോഴാണോ അവൻ യൗവനക്കാരനാകണത്, യുവതിയാകണത്? ബൈബിളിൽ അല്ല. എന്നാണ് നിനക്ക് കർത്താവിനെ കൊടുക്കാൻ കഴിയണത്? എന്നാണ് നിനക്ക് കർത്താവിനെ പ്രത്യുൽപാദിപ്പിക്കാൻ കഴിയണത്? എന്നാണ് നിനക്ക് കൃപ പ്രത്യുൽപാദിപ്പിക്കാൻ കഴിയണത്? ദാറ്റ് ഈസ്, ആ സമയത്താണ് നീ യുവാവോ യുവതിയോ ആകണത്. എന്ന് പറയുമ്പോൾ അവൻ കർത്താവിൻ്റെ ദാസൻ ആജ്ഞരിക്ക് നട്ടിരിക്കുന്ന മരങ്ങൾ പോലെയാണ്, അവർ നിത്യഹരിതമാണെന്ന് പറയുമ്പോൾ 84 വയസ്സിൽ യൂത്തായിരിക്കാൻ കഴിയുമെന്ന് എൻ്റെ അർത്ഥം. ദൈവത്തിലെ നീ ഭക്തയാണെങ്കിൽ, നീ ഭക്തനാണെങ്കിൽ നിനക്ക് 90 വയസ്സായാലും നിനക്ക് വാർദ്ധക്യം ബാധിക്കത്തില്ല. നീ യൂത്തായിരിക്കും. കർത്താവിനെ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കൃപ ആർജിക്കാൻ കഴിയുന്നുണ്ടോ? കൃപ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തെങ്കിലേക്ക് മനുഷ്യരെ വളർത്താനും മാതൃകയാക്കാനും നിനക്ക് കഴിയുന്നുണ്ടോ? യു ആർ യൂത്ത് ഇൻ യുവർ 90s. നിൻ്റെ 90കളിലും നീ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ യൗവനക്കാരനാണ്, യൗവനക്കാരിയാണ്. ദൈവത്തിലെ ആത്മീയ മേഖലയിലെ അതൊരു ജഡികമായ വിഷയമല്ല. ആത്മീയ മേഖലയിലെ അത് ആത്മീയമായ വിഷയം തന്നെയാണ്. എത്ര പ്രായമായാലും മദർ തെരേസയും ജോൺ പോളും ഒക്കെ അവരുടെ 90കളിലൊക്കെയാണ്, അല്ലെങ്കിൽ അവർ 87കളിലൊക്കെയാണ് അവർ യൂത്തിനെ പോലെ കർത്താവിനെ കൊടുത്തുകൊണ്ടിരുന്നത്. അവർ പ്രായം ചെയ്യുന്ന ആൾക്കാരാണ്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ അവിടെ വായിന്ന് വരുന്ന വചനങ്ങളിലെല്ലാം എത്രയോ മനുഷ്യരാണ് ആത്മാവിൽ വീണ്ടും ജനിച്ചത്. ദേ ആർ യൂത്ത് ഇൻ ദെയർ ഓൾഡ് ഏജ്. അതെന്താണ്? ഭക്തിയാണ്. അവിടുത്തോട് ചേർന്ന് നിൽക്കുക, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. എന്തൊരു വചനം! നിൽക്കുന്ന ദൗർഭാഗ്യങ്ങളിലെ ശാന്തത കൈവടിയരുത്. പ്രഭാഷകൻ 2:5. എന്തെന്നാൽ സ്വർണം അഗ്നിയെ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. കർത്താവിന് അതാ പ്രഭാഷകൻ 5-6 വചനം 2:5. അപ്പം സഹനത്തിൻ്റെ തീച്ചൂളയിൽ മനുഷ്യരെ ശോധന ചെയ്യപ്പെടുന്നു. ആരാണ്? കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ. അതാണ് ഒരു സത്യം. നമുക്ക് സഹനം വരുമ്പോൾ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, പൂർവികരുടെ ദോഷം കൊണ്ടാണെന്നല്ല, അത് നുണയാണ്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുമെന്ന് 16-13 പറഞ്ഞെങ്കിൽ സഹനത്തിൽ തീച്ചുളയിൽ മെരിക്കപ്പെടുന്നത് ശുദ്ധി ചെയ്യപ്പെടുന്നത് ആരാണ്? സഹനത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിന്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. പ്രഭാഷകൻ 2:5. അതുപോലെ തന്നെ സഹനത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. നിനക്ക് സഹനമുണ്ടോ? അത് കർത്താവിൻ്റെ നാമത്തിലാണോ നീ എടുക്കണത്? നീ ആരാണ്? കർത്താവിന് സ്വീകാര്യനായ മനുഷ്യൻ. അതാണതിൻ്റെ സത്യം. അതാണ് സത്യാത്മാവ് ഇപ്പോൾ നിനക്ക് വെളിപ്പെടുത്തുന്നത്. അതാണ് നിനക്ക് സാന്ത്വനം നൽകണത്. അതാണ് നിനക്ക് സ്വാതന്ത്ര്യം നൽകണത്. നീ സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമ്പോൾ, സഹനത്തിൻ്റെ അർത്ഥമറിയുമ്പോൾ നമുക്ക് ഭയത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ഉത്കണ്ഠകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രായത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിന് നൽകാനുള്ള കൃപാഭിഷേകം പ്രബോധനത്തിലൂടെ, ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ലോകത്തെ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കൾക്കും നൽകുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ, സത്യാത്മാവിനാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കിയതിന് നന്ദി പറയുന്നു. പ്രത്യക്ഷീകരണ മാതാവേ, അവിടെ മാധ്യശക്തി ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. എല്ലാവരും സത്യാത്മാവേ നിത്യതയിലെത്തോളവും ചേർന്ന് പാടാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തോളവും ജീവനുക ജീവദായക ജീവനുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തോളവും ജീവനുക ജീവദായക ജീവനുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനുക ജീവദായക ജീവനുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനുക ജീവദായക ജീവനുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനാളമായി എരിഞ്ഞു തീരുവാൻ പാടിക്കൊണ്ടിരിക്കട്ടെ. അഭിഷേകത്തിന്റെ സമയമാണ്, അഭിഷേകത്തിന്റെ സമയമാണ്. ആവർത്തിച്ചുകൊണ്ട് പാടിക്കൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിന്റെ അഭിഷിക്തനെ അഭിഷിക്തന്റെ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. അടിയ 35 വർഷമായി അർപ്പിച്ചിട്ടുള്ള പരിശുദ്ധകുമാരനെ എല്ലാം ഇപ്പോഴും ഓർക്കണമേ. ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ അമ്മയെ പറഞ്ഞുവിട്ട അങ്ങയുടെ കാരുണ്യത്തെ അനുസ്മരിക്കണമേ. ആ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കടക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, അഡ്മിഷൻ കിട്ടാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ കാവടി നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധിയില്ലാത്തവരെ വിദ്യാർത്ഥികളോടെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലിയില്ലാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പലതരത്തില് വേദന അനുഭവിക്കുന്നവരെ കോവിഡ് ബാധിതർ പ്രാർത്ഥിക്കുന്നുണ്ട്, ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹമൊത്തു വരാത്തവര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ പ്രാർത്ഥിക്കണമേ. അമ്മയുടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ ജീവിതം വഴിപെട്ടവരെ, നിങ്ങൾക്ക് രോഗമുള്ളവരെ, ഗർഭിണികൾക്ക് അസുഖങ്ങളുള്ളവരെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് കർത്താവേ, കർത്താവേ രോഗികളെ, കർത്താവേ രോഗികളെ, കർത്താവേ രോഗാതുരമായിട്ടുള്ളവരെ, ശിശുരോഗികളെ, രോഗികളെ, പിസ്സോടി രോഗികളെ, രോഗികളെ, രോഗികളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരിലേക്കെല്ലാം ആത്മാവിനെ അയക്കണമേ. അവരുടെ ശുശ്രൂഷ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നമ്മുടെ പാപങ്ങളും കടങ്ങളും കുറ്റങ്ങളും തെറ്റുകളും കർത്താവേ കൃപീകരവുമായ എന്നോട് കരുണ തോന്നണമേ. എന്റെ കർത്താവേ, ഇപ്പോൾ നിന്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, പ്രാർത്ഥിക്കുന്നു, എന്റെ കർത്താവേ മുറിവോട് പ്രാർത്ഥിക്കുന്നു, എന്റെ കർത്താവേ മുറിവോട് പ്രാർത്ഥിക്കുന്നു. മാരകരോഗങ്ങള്, പീഡാവേദികള് ഇപ്പോഴേ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. വെള്ളപ്പൊക്കത്തെ അലയുന്നവരെ, കടലേറി വേദന അനുഭവിക്കുന്നവരെ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവരെ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവരെ, കുടുംബത്തിൽ തകർച്ചയുള്ളവരെ, വിഭാഗം വേർപെട്ടുപോയവരെ, മക്കൾക്ക് രോഗികളായവരെ, രോഗികള്, ഓട്ടിസ രോഗികള്, ഈശോയുടെ രോഗികള്, ജീവനേ
എന്റെ കർത്താവേ, നിന്റെ രക്തത്താൽ തളിക്കണമേ. നിന്റെ കർത്താവേ, നിന്റെ രക്തത്താൽ തളിക്കണമേ. അടുപ്പിടുന്ന പോലെ നിന്റെ അഗ്നി പോലെ ദൈവികമായ ശക്തിയാൽ മാരകരോഗങ്ങള്, ഇരമേറ്റുകള്, ദുരിതങ്ങള്, യേശുക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങളാൽ, യേശുക്രിസ്തുവിന്റെ ആണിപ്പടികളെ ശക്തിയാൽ, യേശുക്രിസ്തുവിന്റെ തിരുവിതാലപുരത്തിന്റെ ശക്തിയാൽ, യേശുക്രിസ്തുവിന്റെ എല്ലാ ചമ്മട്ടപ്പെടുകളാല് മാരകരോഗങ്ങള് നാമത്തിലെ സൗഖ്യമാകട്ടെ. നാനാവിധമായ രോഗ ദുരിതങ്ങൾ കഴിയുന്നവരെ അത് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, അനുഗ്രഹം സ്പർശിക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കുന്നതിന്റെ മേല് ഈശോയെ നന്ദി പറയുന്നു. അനുദിന കൃപാസനത്തെ വിളിച്ച് ദുരിതങ്ങൾ സ്പർശിക്കുന്നവരെ നിങ്ങളെ സ്പർശിക്കുന്ന കൊറോണ വൈറസ് രോഗികള് സ്പർശിക്കുന്ന വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞുകൊണ്ട് എല്ലാ മക്കളെയും ഇത് ഉടമ്പടി 6 നിയോഗങ്ങളും ഓർത്ത് സമർപ്പിക്കട്ടെ. രോഗികളെ സ്പർശിക്കുന്ന പറയുന്ന കർത്താവേ, ഇവർ രോഗികളെ സ്പർശിച്ച് നന്ദി പറയുന്ന കർത്താവേ, ആരാധന, യേശുവേ ആരാധന. ശുശ്രൂഷയിലെ ഓരോ മക്കളുടെയും ഇപ്പോൾ തത്സമയം ടൈപ്പ് ചെയ്യുന്ന നിയോഗങ്ങളെ നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, Lord Jesus, ഹല്ലേലൂയ, pour out your spirit. Touch with your fire finger. hallelujah, Soak with the precious blood. hallelujah, Command you. hallelujah, Name of Jesus Christ. hallelujah, To be fed. hallelujah, hallelujah, And fight with the fire of God. hallelujah, So that you never again suffering from the same disease. hallelujah, Praise you, Jesus. hallelujah, hallelujah, glory Jesus, hallelujah, 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 hallelujah. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. നിങ്ങളെ ആശീർവദിക്കുകയാണ്. ലോകത്തിൽ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെ നിയോഗങ്ങളുടെ മേലെ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേലെ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവരുടെ മക്കളുടെ മേലെ, വിവാഹത്തിലേക്ക് നിമിഷങ്ങൾ തോറും ജീവിത ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലെ, ഇതാ വിവാഹത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ മാതൃശക്തിയാൽ എല്ലാവരെയും ആശീർവദിക്കുകയാണ്. ഈശോയെ, മാരകമായ രോഗികളെ, കൊറോണ വൈറസ് രോഗികളെ അങ്ങ് സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, തകർക്കപ്പെട്ട കുടുംബങ്ങളെയും കർത്താവേ അവരെ രഹിതരേക്ക് സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, കടലാക്രമത്തിനിടയായവരെ അങ്ങ് സ്പർശിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഈശോയെ ആരാധന, എന്നുമെന്നും ഈശോയെ ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധ പരമമാ ഈശോയെ ആരാധന, ദിവ്യകാരുണ്യമേ, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധ പരമമാ ഈശോയെ ദിവ്യകാരുണ്യമേ, ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
യേശുവേ